ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ പാറുക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ ആട്ടോ. സ്കൂളിൽ കൊണ്ടാക്കണ ദിവസമാണ്. ജൂൺ 1-ാം തീയതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതാ ഈ ഫോട്ടോയിൽ കാണുന്ന ആ പാറുക്കുട്ടീനെയാട്ടോ എനിക്കിപ്പോ ഓർമ്മ വന്നെ. കാരണം പെട്ടെന്നാണ്, എന്തൊരു പെട്ടെന്നാണ് കുട്ടിയോട് വലുതാവണേ അല്ലേ. അങ്ങനെ പാറുക്കുട്ടീനെ നമ്മള് ചേർത്ത് കേട്ടോ ഇക്കൊല്ലം. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതിലുപരി കുറച്ച് എപ്പോഴും നമ്മുടെ ഒപ്പം നിന്നിട്ടേ കുറച്ചൊരു വിഷമമുണ്ട്. അങ്ങനെ പിന്നെ അവര് വളരല്ലേ, അത് നമ്മള് കാണാ സന്തോഷം. അപ്പൊ ഇന്ന് നമുക്ക് ഗോതമ്പെന്ന് സോറി, നമ്മുടെ ദോശയാണ്. അതിന്റെ ഇടയിൽ എന്തോ ഓർമ്മ വന്നു. അങ്ങനെ ദോശ, അപ്പൊ ദോശക്കുള്ള മാവ് ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായി പൊന്തിയുണ്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ജിം കഴിഞ്ഞ് വന്നിട്ടാണ് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ. കാരണം അപ്പൊ ചൂടോടെ കഴിക്കാലോ. അപ്പൊ ദോശയ്ക്ക് ഇവിടെ തക്കാളി ചമ്മന്തി അമ്മൂനും അമ്മച്ചിയും ഒക്കെ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ദേ തക്കാളി നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് പിള്ളേർക്ക് അമ്മൂന് ചോറ് ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. പാറുവിന് ഉച്ചവരെ ഉള്ളൂ. കാരണം പാറു ഇരിക്കോ ഇല്ല എന്നുള്ളതൊന്നും യാതൊരു പിടുത്തവും ഇല്ല. കരയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അവൾക്ക് ഉച്ചവരെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും കൊണ്ടുപോകണ്ട. ചെറിയ സ്നാക്സ് എന്തെങ്കിലും എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. അങ്ങനെ നമ്മുടെ അടുക്കളപ്പണിയാട്ടോ. അപ്പോ പിന്നെ ഞാൻ കറിയായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല പോലെ വെക്കില്ലേ, അത് വെക്കാന്ന് വിചാരിച്ചു ട്ടോ. കാരണം ചേട്ടനൊക്കെ നല്ല ഇഷ്ടാ, ഉരുളക്കിഴങ്ങിന്റെ എന്തുണ്ടെങ്കിലും ഇഷ്ടാ. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചപ്പോ ഞാൻ ദേ നമ്മുടെ ബ്രൗൺ റൈസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ ദേ റെഡി ആവുന്നുണ്ട് ട്ടോ. പിന്നെ ഇന്ന് ഫുള്ള് പാറക്കുട്ടിയുടെ കാര്യങ്ങളായിരുന്നു. ഫുൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഓർമ്മ വന്നേനെ. കാരണം ഉണ്ടായതും പിന്നെ അതുപോലെ തന്നെ ഉണ്ടായിട്ട് അവൾ ഓരോ വളർച്ചകളും അതൊക്കെ അങ്ങനെ ആലോചിച്ചു. കാരണം നമ്മുടെ അമ്മമാർക്ക് പ്രത്യേക ഒരു ഫീലിംഗ് അല്ലേ. അവർ നമ്മള് 2, 3, 4 കൊല്ലം നമ്മുടെ ഒപ്പം തൊട്ടുട്ടി നിന്നിട്ട് പിന്നെ അങ്ങോട്ട് എന്താ പറയാ, സ്കൂളിലേക്ക് പിന്നെ സ്ഥിരം ഞാൻ അവിടെ ആവില്ലേ. അതൊക്കെ ആലോചിച്ചു. പിന്നെ ആലോചിക്കാനുള്ള സമയമില്ല. കാരണം നമുക്ക് രാവിലെ ഞാൻ ഇപ്പൊ 4 മണിക്ക് എണീറ്റാലും പണികൾ തീർത്ത് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. ഞാൻ വരുമ്പോ തന്നെയാണ് ഇവർക്ക് പോകേണ്ട സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ ജിമ്മിന്റെ ടൈം ഞാൻ മാറ്റിയിട്ടില്ല. അങ്ങനെ ദേ ഞാൻ ഇടയ്ക്ക് എന്റെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ഇരുന്ന് കുടിക്കാനുള്ള സമയമില്ല. പണിയെടുക്കുമ്പോ അതിന്റെ ഇടയിൽ കുടിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ വയലറ്റ് ക്യാബേജ് ഇല്ലേ, അതൊന്നും ഞാൻ വഴറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ഇപ്പൊ 2, 3 ആഴ്ചയായിട്ട് മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്റെ ഫേസിൽ ഭയങ്കര പഫിനെസ് കൂടുതലുള്ള ഫേസ്, അതായത് രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ വീങ്ങിയിരിക്കണത്. അപ്പൊ ഞാൻ തലേന്ന് ഇത് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ട്രേഡിന് സെപ്പറേറ്റ് വീഡിയോ ഷോർട്സ് ചെയ്തിട്ടുണ്ട് എന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര താല്പര്യമായി ഈ ഒരു സംഭവം. കാരണം യൂസ്ഫുൾ ആയെന്ന് തോന്നി ട്ടോ മേടിച്ചതിൽ. ഞാൻ ഒരുപാട് റീൽസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ചിലപ്പോൾ നല്ലതെന്ന് പറയുന്നത് കാണാം ചിലര്. ചിലപ്പോൾ അത് നല്ല പെയ്ഡൊക്കെ ആവും. അത് നമുക്കറിയില്ല. എന്നാലും ഈ സംഭവം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമുണ്ട്. നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം എന്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഈ രാവിലെ എനിക്കുള്ള പഫിനെസ്. അതെനിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ മുഖം ഇങ്ങനെ വീങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയവർക്ക് ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഐസ് ഫേസിൽ റബ്ബ് ചെയ്യണില്ലല്ലോ. ജസ്റ്റ് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്യുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നം വരില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ദേ ഇതുമാതിരി നമുക്ക് ഈ ബൗളിൽ നിറയെ വെള്ളം എടുക്കാം കേട്ടോ. ഞാനിപ്പോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കുറെ വെള്ളം മുഖത്തായി പെട്ടെന്ന് ശ്വാസം മുട്ടും. എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബൗൾ നിറയെ എടുത്തില്ല, കുറച്ച് പകുതി വെള്ളം എടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈഡ് ഇങ്ങനെ മാറ്റി മറിച്ച് നോക്കണത്. ശരിക്കും നമ്മുടെ ഫേസ് കംപ്ലീറ്റ് മുഖം അതിലേക്ക് ഇറങ്ങിയിരിക്കും. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ. എല്ലാവർക്കും ഒരേപോലെ വരുമോന്ന് അറിയില്ല. പക്ഷെ ഞാനിപ്പോ 2, 3, 2 ആഴ്ചത്തോളം ആയിണ്ട്. നല്ല സുഖമുണ്ട് ഇത് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഫേസിന് നല്ലൊരു ഫ്രഷ് ഫീല് രാവിലെ തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു തൂങ്ങി നിൽക്കണ ഒരു മുഖമൊക്കെ നല്ലോണം മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ സംഭവം നിങ്ങൾ ഒരു ഒട്ടുമിക്ക പേരും കണ്ടിട്ടുണ്ടാവും. ഞാനെന്ന് തോന്നുന്നു അവസാനം ഉപയോഗിക്കുന്നത്. എന്നാലും ഞാൻ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോ അത് നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ അതുപോലെ വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ട്രേക്ക്. പിന്നെ യൂസ്ഫുൾ ആണ്, നമുക്ക് നല്ലതാട്ടോ. അപ്പൊ ഞാൻ അത് ചെയ്തു. ഞാൻ എന്നിട്ട് വീണ്ടും അത് കഴിഞ്ഞപ്പോ ഞാൻ ദേ വീണ്ടും നാളെ രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറക്കണ തന്നെ കയ്യോടെ തന്നെ ഇതിൽ ഒഴിച്ച് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കും. പിന്നെ വെച്ചാൽ മറന്നു പോകും. അങ്ങനെ ബാക്കിയുള്ള പണികളും കൂടിയിട്ട് അങ്ങോട്ട് തീർത്തു കേട്ടോ. ഇത് അങ്ങോട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം. അപ്പൊ ദേ നമുക്കിവിടെ ക്യാബേജ് തോരൻ നല്ല ചൂടോട് കൂടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ജിമ്മിന് പോകാറായി. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ഞാൻ കുറച്ചിങ്ങനെ തിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചമ്മന്തി, തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ദോശ മാവ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ചോറ് അത് അമ്മ ഊറ്റി വെച്ചോളാന്ന് പറഞ്ഞ കാരണം ഞാൻ ഊറ്റിയിട്ടില്ല. ഒന്നുകൂടെ തിളയ്ക്കണം. അപ്പൊ ദേ ഞാൻ റെഡിയായി. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പോവാറായി എന്നൊക്കെ കാണിച്ചു തരുമ്പോൾ ചേട്ടൻ ഏറ്റു വന്നു. ചേട്ടനാണെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്നെ കൊണ്ടാക്കാൻ വേണ്ടിട്ടോ. അപ്പൊ ഇനി തന്നെ പോകണ്ട. പിന്നെ ചില ദിവസം നല്ല മഴയൊക്കെ ഉണ്ടാവും. അപ്പൊ പോകുമ്പോ നല്ല വെള്ളം ഉണ്ട്. അപ്പൊ ചേട്ടൻ പറയും നമുക്ക് റോട്ടിൽ കൂടെ പോവാം, ഞാൻ വെള്ളത്തിൽ കൂടെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആള് കൊടന്നാക്കി തന്നപ്പോ ഞാൻ നേരത്തെ തന്നെ ജിമ്മിലെത്തി. കുറച്ചും കൂടി സാധനം എത്തണേക്കാൾ കുറച്ചും കൂടി നേരത്തെ എത്തി.
അങ്ങനെ ദേ ഞാൻ കുറച്ച് നിങ്ങൾക്ക് പട്ടിഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. വേറൊന്നല്ല, നമുക്ക് ഭയങ്കര തൃപ്തിയുണ്ട്. മസിലൊന്നും വന്നിട്ടില്ല, പക്ഷെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. മസിൽസ് ഒക്കെ നമ്മുടെ തുടയുടെ മസിലും അതുപോലെ തന്നെ ബൈസിപ്സും ഒക്കെ നല്ല അടിപൊളി ആവുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയി ഉറച്ചു വരുന്നുണ്ട്. പിന്നെ ഞാൻ പുതിയ കുറച്ച് എക്സസൈസുകളൊക്കെ ഇപ്പൊ എനിക്ക് കോച്ച് പറഞ്ഞു തന്നിട്ട് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കുറച്ചെണ്ണൊക്കെയാണ് ചെയ്യണത്. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ പെർഫെക്റ്റ് ആവില്ല ചിലപ്പോ. എന്നാലും ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്റെ ഇന്നത്തെ വർക്കൗട്ടും കൂടി ഞാൻ ചെയ്തു. അങ്ങനെ പിന്നെ ഒരു ഓട്ടായിരുന്നു. എനിക്ക് മുഖമൊന്നും എന്റെ അങ്ങനെ ഒരു ജാതിമാതിരി ഇരിക്കണ്ടാവും, കാരണം ഓടണ കാരണം. അതിനിടയിൽ ഞാൻ വീഡിയോയും കൂടി കാണിച്ചു എന്ന് മാത്രം. അങ്ങനെ ദേ ഞാൻ വേഗം നടക്കണം കേട്ടോ. കാരണം എനിക്ക് വീട്ടിൽ വന്നിട്ട് അമ്മുവിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, പാറുവിനെ ഒരുക്കണം. പക്ഷെ ഞാൻ ചെല്ലുമ്പോഴേക്കും അമ്മ അമ്മുവിന്റെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അമ്മുവിന് ഫുഡ് കൊടുത്തു, അവളുടെ ചോറും പാത്രമൊക്കെ പാക്ക് ചെയ്ത്. ഞാൻ നോക്കുമ്പോ അമ്മു ഇരുന്ന് എന്താ പറയാ ഇത് കെട്ടുണ്ട്, ഷൂ ലേസ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിലുള്ള ഒരു പന്തലിട്ടുണ്ടായിരുന്നില്ല ചെടിയുടെ, അത് ഇടിഞ്ഞു വീണു. അങ്ങനെ പിന്നെ പാറുവിനെ അമ്മ കുളിപ്പിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പാറു ഫുഡ് കഴിക്കണ്ടായിരുന്നു കേട്ടോ ഞാൻ വരുമ്പോ. അതൊന്ന് കുളി പോണില്ലേ? പറ, കരയോ? പാവു കരയോ? ഇല്ലല്ലോ, ഗുഡ് ഗേൾ ആയിട്ടിരിക്കില്ലേ? പറ. അപ്പൊ പറയില്ല. ചേച്ചി ഒന്നും കരഞ്ഞിട്ടില്ല. ആ കാരണം പാവു കരയില്ലല്ലോ. ആ കണ്ട, ചേച്ചി കരഞ്ഞിട്ടില്ല. ചേച്ചി ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോ നല്ല ഗുഡ് ഗേൾ ആയിട്ട് ബാഗൊക്കെ ഇട്ടിട്ടാ പോയത്. പാറു കരയില്ലല്ലോ. ഇല്ലല്ലോ, ഗുഡ് ഗേൾ അല്ലേ. വേഗം കഴിച്ചു വന്നിട്ട്. അപ്പൊ നമ്മുടെ അമ്മു 9ാം ക്ലാസ്സിലേക്ക്, ഇന്ന് ആദ്യത്തെ ക്ലാസ് ആട്ടോ, അവൾ 9ാം ക്ലാസ്സിലായി. അതും കൂടി മുട്ടിക്കാനാവും. എന്റെ നല്ലൊരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു, ഒരു ദിവസം കെട്ടട്ടെ എന്ന് കൊണ്ടുപോയി. ഒരു ദിവസം മുഴുവൻ കെട്ടിയില്ല, തവിട് കൂടി അല്ലേ? ഞാൻ അടുത്ത വാച്ച് ചോദിക്കുക. അതെനിക്ക് എന്നെ കെട്ടിയോൻ ആശയാ എനിക്ക് 5000 ഉറുപ്പിക്ക് വാങ്ങി തന്നെ എന്റെ വാച്ചാണ്. എത്ര കൊല്ലാന്നറിയോ? ഇവളൊരു 3-ലൊക്കെ പഠിക്കുമ്പോ വാങ്ങിയതാവും. ഇപ്പൊ ഇവള് 9-ലാട്ടാ. ഞാൻ അത് ചോദിക്കുക, ഒരു ദിവസം കെട്ടിക്കോ, തവിട് കൂടിയൊക്കെ ഉണ്ടെങ്കിലേ. അങ്ങനെ നമ്മുടെ അമ്മുക്കുട്ടി ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള എന്താന്ന് വെച്ചാൽ, അമ്മുക്കുട്ടി NCCയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോ സീനിയേഴ്സ് ആണല്ലോ 9-ലേക്ക് ആവുമ്പോ. അപ്പൊ അതുപോലെ തന്നെ അവള് പ്രാർത്ഥിക്കാട്ടെ, ദൈവമേ ഒക്കെ നന്നാവണേന്ന് പറഞ്ഞിട്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല്, അവൾക്ക് പുതിയ പാരന്റ്സും കുട്ടികളൊക്കെ വരുമ്പോഴേ അവർക്ക് അവിടെ ഒരു കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു NCCയിൽ. അപ്പൊ കുറച്ച് സ്റ്റുഡൻസിനെ അവര് തെരഞ്ഞെടുത്തതിൽ അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ഡ്രസ്സ് ഇടണമായിരുന്നു. അതാട്ടെ ഈ ഒരു യൂണിഫോമിൽ അവള് പോണത്. അങ്ങനെ അമ്മുക്കുട്ടി അതാ പോയി. ഇനി അടുത്തത് പാറുവിനെ ഒരിക്കലും പിടിക്കലൊക്കെയാണ്. അപ്പോഴേക്കും അമ്മ കുളിപ്പിച്ചു കേട്ടോ, അമ്മ പോകുമ്പോഴേക്കും പാറുവിനെ. പിന്നെ പാറക്കുട്ടിക്കുള്ള ബാഗ് ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മുവിന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചത്, കാരണം അവളുടെ താല്പര്യം കൂടി നോക്കട്ടെ. പാറുവിന് പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുത്താലും മതി. പിന്നെ ഈ 2 ലഞ്ച് ബോക്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാട്ടോ. അത് നല്ല ലഞ്ച് ബോക്സ് ആണ്, മിൽട്ടന്റെ ആണ്. ഒരെണ്ണം സ്നാക്ക് ബോക്സും, അതായത് ചെറിയ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനും, പിന്നെ ഒരെണ്ണം ലഞ്ച് ബോക്സും ആട്ടോ വാങ്ങിച്ചത് പാറുവിന്. ഇത് ഇഷ്ടമായ കാരണം അമ്മൂനും കൂടി വേണമെന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലതാ, ഉള്ളിൽ സ്റ്റീലാണ് വരുന്നത്, നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് അവൾക്ക് ഇന്ന് കൊണ്ടുപോകാനായിട്ട് ആപ്പിൾ അതിൽ കട്ട് ചെയ്ത് ചെറിയ ലഞ്ച് ബോക്സ് സ്നാക്ക് ബോക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എഗ് ഇവിടെ സ്മൂത്തി എഗ്ഗും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതങ്ങോട്ട് കാണിക്കാനൊന്നും നേരില്ല, എങ്ങനെയൊക്കെയോ ചടപടയെന്ന് കഴിച്ച് ഞാൻ ദേ ഒരുങ്ങി. ഇത് വന്നിട്ട് 222 രൂപയുള്ള ടോപ്പാട്ടോ. പിന്നെ ഈ പാന്റ് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടപ്പോഴാണ് എനിക്ക് നന്നായതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഈ ടോപ്പാണെങ്കിലും നല്ല സുഖമുള്ള നല്ല ടോപ്പാ, ഒതുങ്ങി തളർന്നു കിടക്കുന്ന ഒരു മെറ്റീരിയൽ. അതുപോലെ തന്നെ പാന്റ് ആണെങ്കിലും നല്ല ലൂസ് പാന്റ് ആണ്. ഒരു 400-500 സംതിങ്ങിന് കിട്ടും. ഇതേ പാർക്കുട്ടി. അപ്പൊ ഞങ്ങൾ ബൈക്കിൽ പോകാന്ന് വിചാരിച്ചിട്ട്, നമ്മുടെ അടുത്ത് തന്നെ സ്കൂള്. അപ്പോ നമ്മുടെ ഭാരതി വിദ്യാഭവൻ അതാട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതേ നമ്മള് പോവാട്ടോ. അങ്ങനെ ദേ അവളുടെ സ്കൂളിൽ വന്നിട്ട് അങ്ങനെ കുട്ടികളൊക്കെ ആരതി ഒഴിഞ്ഞിട്ടാണ് കയറ്റുക. അങ്ങനെ ദേ നമ്മുടെ പാറക്കുട്ടീനെ ആരതി ഒഴിഞ്ഞ് കയറ്റി. എല്ലാ കുട്ടികളും കേട്ടോ, ഒരാളെ മാത്രമല്ല എല്ലാരും ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങള് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മള് ഒരു എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിൽ കുറച്ചധികം പ്രോഗ്രാംസ് ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഇരിക്കുന്നുണ്ട്. പാറക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പുതിയ കുട്ടികളെ അങ്ങോട്ട് വിളിച്ച് സ്റ്റേജിലേക്ക് ഇത് അങ്ങനെ വരിവരിയായി ഇരുത്തി. അപ്പൊ ഞാനിവിടെ അടുത്ത് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവളവിടെ കുഴപ്പമില്ലാണ്ട് ഇരുന്നു കേട്ടോ. ഇത്തിരി കഴിഞ്ഞപ്പോ ഞാൻ അവളെ കണ്ണു മാറിയപ്പോ ഞാൻ വന്നിട്ട് തിരിച്ച് എന്റെ സ്ഥലത്ത് വന്നിരുന്നോടുകൂടി കരച്ചില്ല അത് തുടങ്ങി. ലാസ്റ്റ് എന്ത് പറഞ്ഞിട്ട് നിക്കണില്ല. അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു കൊടുന്നു. അച്ഛനാണെങ്കിൽ കരഞ്ഞ കഴിയുമ്പോ വിഷമം, അയ്യോടി പാവം കരഞ്ഞടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ 12 മണിക്ക് മുന്നേ ഒരു 11:30 ആയപ്പോഴേക്കും കൊണ്ടുകൊള്ളാൻ വന്നു. ആദ്യത്തെ ദിവസമല്ലേ.
പിന്നെ ആ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി അവളൊന്ന് കാമാക്കി, അതായത് ഇവിടെ ഊഞ്ഞാലുണ്ട്, കളിക്കാനുള്ളതൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞൊന്ന് മനസ്സമാധാനിപ്പിച്ചു ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഞാൻ വന്നിട്ട് ഒന്നും കൂടി കുളിച്ചുകൂട്ടാ. കാരണം ഞാന് എന്താ പറയാ, ജിമ്മ് കഴിഞ്ഞ് വന്ന കാരണം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കുളിച്ചിട്ടാണ് ഓടിപ്പോയത്. തലയൊന്നും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തല കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല, ഭയങ്കര വേർപ്പ. അപ്പൊ ഞാൻ കുളിച്ചുകൊണ്ട് നീങ്ങി നല്ല കാണുള്ളൂ എന്റെ പാറോ. ഇവിടെ നിക്ക്, അമ്മേടെ അടുത്ത് നിക്ക്, കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പാറക്കുട്ടി ഭയങ്കര വാശിയായിരുന്നു, കരച്ചിലായിരുന്നു. കാര്യം ഞങ്ങള് ഇവൾക്കൊരു 2-2.5 വയസ്സുള്ളപ്പോ ഡേ കെയറിലാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങക്ക് നോക്കണ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് പക്ഷെ പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. എന്നാലും അവളൊരു 2-3 മാസം പോയിണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവള് മറന്നു. ഇപ്പൊ എന്നിട്ട് പാറൊച്ച ഉണ്ടാക്കല്ല, അമ്മ വർത്താനം പറയല്ലേ. അപ്പോ ഞങ്ങൾ എന്നിട്ട് എന്താ പറയാ, അവിടെ ഉള്ള കുറച്ച് കുട്ടികളുണ്ട്, അവരൊന്നും കരഞ്ഞില്ല. ഓച്ചിടല്ലേന്ന് പറഞ്ഞില്ലേ പാറു. അപ്പൊ അങ്ങനെ അപ്പൊ പാർക്കുട്ടി ഇനി നാളെ തുടങ്ങിയിട്ട് ഫുൾ ഡേ ഉണ്ട്. പാർക്കുട്ടി ഗുഡ് ഗേൾ ആയിട്ട് സ്കൂളിൽ പോകും ഇല്ലേ? പോയിട്ട് അമ്മ വരില്ലേ കൊണ്ടുവരാൻ? പാർക്കുട്ടി പോവും. അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. അങ്ങനെ വന്ന് ഇപ്പൊ 1 മണിയാവാറ്, ഫുഡ് കഴിക്കണ നേരമായിട്ടാ. പിന്നെ നമുക്കിന്ന് വൈകുന്നേരം കുറച്ച് 1-2 ആൾ ഗസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വേണ്ടപ്പെട്ടവരെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ചേച്ചിയും ചേട്ടനും. അപ്പൊ അവരുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് അടിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പം അങ്ങനെ കുറച്ച് ചെക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലഡ് ടെസ്റ്റൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ അങ്ങനെ. അപ്പോൾ ഇറങ്ങാട്ടോ. അപ്പം ഞാൻ ഈ സ്കിൻ കെയർ കാലത്ത് വരട്ട് ചെയ്തില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് ഓടിപ്പോയതാ. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ പെട്ടി തുറക്കട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, അധികം ഐറ്റംസ് ഒക്കെ നിങ്ങൾ കാണുന്ന ഐറ്റംസ് ഒക്കെ തന്നെ. ഈ ഐറ്റംസ് ഒക്കെ തന്നെയാട്ടോ നമ്മുടെ. ഇത് വന്നിട്ട് നമ്മുടെ സർഫിന്റെ ഇതല്ല അമ്മ ഒന്നും ഇടാറ്, ഇങ്ങനെ അടിക്കാറ്. ഇങ്ങനെ അടിക്കാറില്ലേ അമ്മ? പറ. അടിക്കണ്ട, പക്ഷെ കുഴപ്പമില്ല. അപ്പൊ അതടിച്ചു കൊടുത്തു. അത് വലിച്ചു നീട്ടല്ലേ ബണ്ണ് എന്റെ പാറുവോ, അതൊന്നും ഇടാൻ പറ്റാതെയാവും. പിന്നെ നമ്മുടെ നിലാസത്തിന്റെ വിറ്റമിൻ സി സിറാട്ടോ, ഫേസ് ബ്രൈറ്റ് ആവാനായിട്ടും, അതായത് ഒരു ഗ്ലോ, ഹെൽത്തി ഗ്ലോ. അതൊക്കെ ചെയ്യട്ടെ, ഹെൽത്തി ഗ്ലോ ഒക്കെ ആവാനും. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറാൻ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന്റെ സർഫസ് ഉണ്ടല്ലോ നന്നായിട്ട് ക്ലീൻ ആവും, സ്മൂത്ത് ആവും, ഒക്കെ ആവും കേട്ടോ. പിന്നെ ഞാൻ രാവിലെ കാണിച്ച ആ ഒരു ഐസ് മസാല, അതായത് സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ഡിപ്പ് ചെയ്യണത്, ഭയങ്കര നല്ലതാണ്, ഇഷ്ടമായി. പിന്നെ വീട്ടിലത്തെ പാത്രങ്ങളൊന്നും വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം വലിയ പാത്രം. പക്ഷെ ഈ പാത്രം ശരിക്കും യൂസ്ഫുൾ ആട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞാൻ നാളേക്കുള്ളത് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഐസ്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ ലിപ് ബാം ഇട്ട് കൊടുക്കാം. നമ്മുടെ മമ്മമ്മം, ഇത് പാറു ഇതിനെ മമ്മമ്മം എന്നാ പറയാ. മമ്മമ്മം പാറിട്ട് തന്നെ എന്താ ഞാൻ പാറിട്ട് കൊടുക്കാറുണ്ടാ. പാറ ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ ചോദിക്കും. അപ്പൊ ഞാൻ പറയാം അത് ഇങ്ങോട്ട് നീങ്ങി നല്ല കാണുള്ളൂ, അത് കുട്ടികൾക്ക് ഇടാൻ പാടില്ല എന്ന് പറയുന്നത്. മമ്മമ്മ ഇട്ട് കൊടുക്കും, നമ്മുടെ മമ്മമ്മ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഇതിൽ യാതൊരുവിധ കെമിക്കലോ ടിൻഡോ സാധാരണ നമ്മുടെ ഇതിലുള്ള ചിലര് പറഞ്ഞിട്ടില്ലേ മഞ്ചിഷ്ട പാറു, ചിലർ പറഞ്ഞിട്ടില്ലേ മഞ്ചിഷ്ട ലിബാമാണ് ഭയങ്കര കളറായിട്ട് ഇവിടെയിടലും ഒക്കെ കാണിക്കുന്നില്ലേ. പക്ഷെ ഇത് മഞ്ചിഷ്ട ആഡ് ചെയ്തിട്ടുള്ള ലിബാമ. നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ കളറ് ഇങ്ങനെയായിരിക്കും കളർ വരാം. നമ്മൾ മിക്സ് കഴിയുമ്പോ തട്ടല്ല പാറോ, ഇതായിരിക്കും നമ്മുടെ മഞ്ചിഷ്ട ലിബാമ. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണുന്നതിലൊക്കെ ടിൻഡ് ഉണ്ട്, അതായത് കളർ ചേർക്കുന്നുണ്ട് സെപ്പറേറ്റ്. നമ്മുടെ കയ്യിൽ കളറില്ല, അതായത് നമുക്ക് യാതൊരുവിധ 100% ഹെർബൽ അല്ലെങ്കിൽ നമ്മൾ ഹെർബൽ മേക്കിംഗ് ആണ് നമ്മുടെ ലിബാം. അതായത് എന്താണോ ഈ ഇൻഗ്രീഡിയൻസുകളിലുള്ളത് അതേ കളറും അതേ സ്മെല്ലും അതേ എന്താ പറയാ എല്ലാം പോയിക്കോ, എല്ലാം അതിലുള്ളത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല സെപ്പറേറ്റ്. അപ്പോ അതാട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ കളേർഡ് മഞ്ചിഷ്ട ലിബാം കാണുമ്പോ ടിൻഡ് ഉണ്ട്, നിങ്ങൾക്ക് ടിൻഡ് ഇഷ്ടമാണെങ്കിൽ ഞാൻ മേടിച്ചോട്ടാ, ഞാൻ അത് പറയണില്ല. അതിൽ പിഗ്മെന്റ്, ടിൻഡ് മീൻസ് പിഗ്മെന്റ് ചേർത്തിട്ടുണ്ടാവും, കളർ പിഗ്മെന്റുകൾ ചേർത്തിട്ടുണ്ടാവും, അതാണ് അത്രയും കളർ വരുന്നത്. അല്ലെങ്കിൽ വരില്ല. ഇതിങ്ങനെ ഇടുമ്പോൾ നമുക്കൊരു
ചെറിയൊരു പിങ്ക് ഒരു നാച്ചുറൽ ലിപ്മാര് നമുക്ക് ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് അബ്സോർബ് ആയി പോകും. നമുക്ക് അത്രയും ഭയങ്കരമായ ബ്രൈറ്റനിങ് കളർ, അതായത് അത്രയും റെഡ് അല്ലെങ്കിൽ അത്രയും ബ്രൗൺ അങ്ങനെയൊന്നും വരില്ല. അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പിഗ്മെന്റ് ചേർക്കണം. അതാ വരാട്ടോ. അങ്ങനെയാണ് ആ കളറുകൾ കിട്ടുന്നത് ലിപ് ബാമിന്. ഞാൻ നമ്മുടെ മേക്കിംഗ് ലിപ് ബാമിന്റെ ഇൻഗ്രീഡിയൻസ് മേക്ക് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇൻഗ്രീഡിയൻസ് നമ്മൾ എല്ലാം കൂടിയിട്ട് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിൽ മഞ്ചിഷ്ടീനുണ്ട്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് റൈസിൻ, അതുപോലെ തന്നെ വെറ്റില, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസുകൾ നമ്മുടെ ലിപ്സിനെ ലൈറ്റൻ അല്ലെങ്കിൽ ലിപ്സിന്റെ ഒരു സ്വാഭാവിക നിറം നിലനിർത്താനും നമുക്ക് നല്ല പ്ലംഡ് ആൻഡ് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ വരാണ്ടിരിക്കാനുണ്ടെങ്കിൽ കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ മഞ്ചിഷ്ടയും മേമ്പാടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത്രയും കളറുകളുള്ള സാധനങ്ങൾ ചേർത്ത് നമ്മുടെ ലിപ് ബാമിനാണിത്. ഈ കളർ ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ അബ്സോർബ് ആവും. ഇട്ട് കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് വരിക. പിന്നെ എൻ്റെ ലിപ്സിൽ ഞാൻ ഓൾറെഡി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനൊരു ലിപ് ടിൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫേസ് വാഷ് ചെയ്തപ്പോൾ ലിപ് ടിൻറ്റ് ഇങ്ങനെ അരച്ച് കളഞ്ഞില്ല. ഇനിയിപ്പോൾ എന്തായാലും പോകാനും പോവാം. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ മുകളിലിട്ടാണ് ഇത്രയും കളർ കാണുന്നത്. അപ്പം നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടാം. നമ്മളെപ്പോഴും നമ്മൾ ഉള്ളത് പോലെയാണ് നമ്മൾ ചെയ്യാറും. അതിൽ കൂടുതൽ ആഡ് ചെയ്യാറുമില്ല, ഇല്ലാത്തത് തൊട്ട് നമ്മൾ പറയാറുമില്ല. അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഒരു ആൾക്കാരൊരു പറ്റിച്ച് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഞങ്ങൾ ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റിൽ ഇല്ലത് എന്താണോ പ്രൊഡക്റ്റിൽ ഉള്ളത് അതാണ് നമ്മൾ പറയാം. ഒപ്പം തന്നെ ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നും പറയാറില്ല. പിന്നെ വെളുക്കാനുള്ള പ്രൊഡക്ട്സ് ഒരുപാട് ചോദിച്ചു നമ്മുടെ അടുത്ത്. നമ്മുടെ നിലാസർഫിൽ വരുന്നുണ്ട്. നമ്മളെപ്പോഴും പറയും നമ്മുടെ അങ്ങനെ ഒരു പെട്ടെന്ന് വെളുത്ത് പാറി വൈറ്റനിങ് ആവുന്ന ഒരു പ്രൊഡക്റ്റും ഇല്ല. പക്ഷെ ഹെൽത്തി ഗ്ലോ, ഹെൽത്തി സ്കിൻ, നമുക്ക് കുറേ കാലം നമ്മുടെ സ്കിന്നിനെ ഇതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളി അങ്ങാക്കി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പ്രൊഡക്ട്സിലുള്ളത്. നമ്മുടെ പ്രൊഡക്ട്സ് അതിനാണ് ഹെൽപ്പ് ചെയ്യണത്. നമുക്കൊരു നാച്ചുറൽ സ്വാഭാവിക നിറം നമുക്ക് കൊണ്ടുവരാനും, ഇപ്പോൾ ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് വരാനും, നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ബെറ്ററായി, സ്കിന്നിന്റെ സ്മൂത്ത് സർഫസ് അതൊക്കെ നല്ല നീറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാട്ടോ. അപ്പം നല്ല മഴക്കാരുണ്ട് കേട്ടോ പുറത്ത്. അപ്പം ഇത് ഞാൻ ഓൾറെഡി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക നേരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയിട്ടിടുന്നത്. അപ്പം ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ എന്താ പറയുക സൺസ്ക്രീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആൾക്കാർക്കൊരു വൃത്തി തോന്നില്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ എന്നാലും ഞാനത് എടുക്കണില്ല. ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. അത് തീർന്നിട്ട് ഇത്രയും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അത് തീർന്നിട്ട് പുതിയ എടുക്കാന്ന് വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനൊരു ബഹുമാനം കൊടുക്കണമല്ലോ. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ, എനിക്ക് യൂസ്ഫുൾ ആയത് ഞാൻ അത്രയും തീർത്ത് അതിനെ കാലിടിച്ചിട്ടാണ് ഞാൻ എടുക്കുക. അത്രയും ഉപയോഗിക്കട്ടെ. കഴുകി വരെ ഉപയോഗിക്കാറുണ്ട് ചില സാധനങ്ങൾ. അപ്പോൾ സൺസ്ക്രീൻ കഴിഞ്ഞു. ഇനി ഫുഡ് അടിക്കാം. ചേട്ടന് കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൾ വരുള്ളൂ. നമ്മുടെ ഷോപ്പിലെ നിരാസത്തിൽ വന്നിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാനായിട്ട്. നമ്മുടെ സൺസ്ക്രീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ യാതൊരുവിധ ഫിൽറ്ററോ കാര്യങ്ങളില്ല. എൻ്റെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൽ ഞാൻ എടുക്കണത്. പിന്നെ നല്ല മഴക്കാരുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പോയിട്ട് ഫുഡ് വിളമ്പട്ടെ കേട്ടോ. കറികളൊക്കെ വിളമ്പി അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് പാറക്കുട്ടീൻ്റെ അടുത്ത്. അപ്പോൾ ചോർണം. അങ്ങനെ നമ്മള് അമ്മയും പാറക്കുട്ടിയൊക്കെ കഴിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാനും കൂടി ഫുഡ് എടുത്തുട്ടോ. കാരണം നമ്മള് ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇന്നത്തെ എൻ്റെ. അപ്പൊ ഞാൻ വെജിറ്റബിൾസ് ഒന്നും ഞാൻ കട്ട് ചെയ്യാൻ നേരില്ലാത്തൊന്നും എടുത്തില്ല കേട്ടോ. സാധാരണ അതും കൂടി എടുക്കാറുണ്ട്. കുക്കുമ്പറോ പേരക്കയോ ആപ്പിളോ അതുപോലെ തന്നെ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു എനിക്കുള്ള ഫുഡ് അവിടെ നീ വിളമ്പി മൂടി വെച്ചിട്ട് നീ പോയി മാനിഫെസ്റ്റ് മാറിക്കോ, എന്നിട്ട് സമയം തെറ്റിക്കണ്ടെന്ന് വെച്ചിട്ടേ. അങ്ങനെ ഒരു ചേട്ടൻ വന്ന് ഫുഡ് കഴിക്കുമ്പോഴേക്കും ഞാൻ മാറി ഒരുങ്ങിയിരുന്നു. അങ്ങനെ നമ്മളെല്ലാരും ഞാൻ പാർക്കുട്ടിനും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ചേട്ടനും കൂടെ പോയത്. അങ്ങനെ അവിടെ ചെന്ന് കുറെ നേരം ഇരുന്ന് പോസ്റ്റായി. ഹോസ്പിറ്റലിൽ നമുക്കറിയാലോ. അങ്ങനെ പിന്നെ നമ്മള് പാർക്കിംഗ് കിട്ടാൻ കുറെ പാടായിരുന്നു. അപ്പൊ അതും കുറെ വൈകി. അങ്ങനെ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. അങ്ങനെ അപ്പൊ ചേട്ടനത് വയനാട് പറഞ്ഞു. ചേട്ടൻ പോയി അതൊക്കെ മേടിച്ച് അങ്ങനെ നമ്മള് വീട്ടിലെത്തി. ഹലോ. അങ്ങനെ നമ്മള് രാത്രിയാണ് നിൽക്കണേ. മുഖമൊക്കെ കഴുകി ഒരു ഇതായി. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ ഡോക്ടറെ കണ്ടു. കുഴപ്പമൊന്നുമില്ല. ചെറിയ മൾട്ടിവിറ്റമിൻ, അയൺ അങ്ങനത്തെ ടാബ്ലറ്റ്സ്, വിവിയോൺ അതൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഇതിൻ്റെ അനുസരിച്ച്. പിന്നെ ബ്ലഡ് കുറവാണ്. അപ്പം അതിൻ്റെ മരുന്നുകൾ. പിന്നെ എന്ന് പറഞ്ഞാൽ എത്തിയപ്പോൾ നേരായി. അപ്പം ഇനി ചേട്ടൻ പറഞ്ഞു നമുക്ക് ഷവായി മേടിക്കാം ചിക്കൻ. അപ്പം ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ ജിമ്മിന് പോയിക്കാം. ചേട്ടൻ ജിമ്മിന് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരും.
അപ്പം ഞാനേ നാളേക്ക് വേണ്ടിയിട്ട്, നാളെ ഞാൻ ഫുൾ ടൈം ഉണ്ട് ക്ലാസ്, അമ്മൂനും പാറൂനും ഉണ്ട് വൈകുന്നേരം വരെ. അപ്പോൾ അത് ഇവിടെ ചീര നിൽക്കുന്നുണ്ട് നല്ലോണം. അപ്പോൾ കുറച്ച് ചീര നമ്മൾ ആഴ്ചയിൽ 2 തവണ ചീര വയ്ക്കുമല്ലോ. അപ്പോൾ ഒരു ബുധനാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ പിന്നെ ഒരു വെള്ളിയാഴ്ചയൊക്കെ വയ്ക്കും. പിന്നെ ഞാൻ ചിലപ്പോൾ മറ്റേ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കില്ലേ, അതിൽ ചീര ഇങ്ങനെ ഇവിടെ കുറേ ഉള്ളത് തന്നെ കട്ട് ചെയ്തിട്ടിട്ട് ഓംലെറ്റ് ആക്കി ചീര ഓംലെറ്റ് ഉണ്ടാക്കും. അതൊക്കെ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ദേ ഇവിടെ കത്രിക എടുത്തിട്ടാണ്, കാരണം നമ്മൾ അതിൻ്റെ തല അങ്ങനെ നുള്ളിയെടുക്കുമ്പോഴേ നല്ല നല്ല കിളുന്തലകൾ പിന്നിഞ്ഞുണ്ടാവുന്നുണ്ട്. അത് കാരണം കത്രിക വെച്ച് വിട്ടു. പിന്നെ കുറച്ച് വേപ്പിലയുടെ തണ്ടും പൊട്ടിക്കണം. ഇതല്ല നിൽക്കുന്നതാണ് ചീര. നമുക്ക് അവിടെ പോയിട്ട് പൊട്ടിക്കാം. ചെരുപ്പിട്ടിട്ടില്ല, ചെരുപ്പിട്ട വൈകുന്നേരം ഇരുട്ട. ഓക്കെ, നമ്മളിവിടെ നിന്നാണ് ചീര പൊട്ടിക്കുക. വൈകുന്നേരം നമുക്ക് പൊട്ടിച്ച് വയ്ക്കാറുണ്ട് ഞാൻ ഈ നേരം ആകുമ്പോൾ. അപ്പൊ നമുക്ക് എന്താ പറയാ, രാവിലെ ഉച്ചയ്ക്ക് ഒരു എല്ലാവർക്കും പെരുക്കി ഉള്ളതനുസരിച്ച് എല്ലാവർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എനിക്കും അമ്മച്ചിക്കും ചേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചീര. അപ്പൊ എല്ലാവരും അത്യാവശ്യം ചീര കഴിക്കും. അമ്മ ചോറും പാത്രത്തുമ്മക്ക് കാണുന്ന മാതിരി എഴുതിക്കോളൂ കേട്ടോ. ചെറുക്കോ അത്രയും വലുതാക്കണ്ട, എന്നാ അത്രയും ചെറുതാവും വേണ്ട. കുട്ടീനെയും കൊണ്ടുപോക്കോ. ഇത് വൃത്തിയാക്കണമൊക്കെ നാളെ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പൊ കഴുകാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ടയേർഡായി, കാലത്തുള്ളൊരു ഓട്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് കുറച്ചും കൂടി വേണം. പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് ചീര. പിന്നെ നമ്മുടെ വേപ്പില പൊട്ടിക്കണം. ചീരയും പൊട്ടിച്ചു, വേപ്പിലയും പൊട്ടിച്ചു. ചീര എത്ര പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ചീരയും പരിപ്പും കൂടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ പച്ചമുളകൊക്കെ ഇട്ടിട്ട് തേങ്ങയും ജീരകമൊക്കെ ഉള്ളിയൊക്കെ അരച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കില്ലേ, അങ്ങനെ ചാറ് കൂട്ടാനും ഉണ്ടാക്കാറുണ്ട്. അത് വലിയ ഇഷ്ടമില്ല, എല്ലാവർക്കും ചീര ഉപ്പേരിയാണ് ഇഷ്ടം. പിന്നെ ദേ നമ്മുടെ ഇതും. അപ്പൊ ചിലപ്പോൾ പിന്നെ പരിപ്പും ചീരയും കൂടി തോരൻ വെക്കില്ലേ, അങ്ങനെ വെക്കാം. ചേട്ടന് ഈ ചീരയുടെ കൂടെ വേറെ ഒന്നും ഇടുന്ന ഇഷ്ടമില്ല. നീ എന്തിനും ഇതിൻ്റെ കൂടെ ഓരോന്നും ഇടണേന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഒരു വെറൈറ്റി പരിപ്പ് ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ ദേ പാറക്കുട്ടി, കരഞ്ഞ പാറക്കുട്ടി വരുന്നു. സ്കൂളിൽ കരഞ്ഞ പാറക്കുട്ടിട്ടാ അല്ലേ? സ്കൂളിൽ കരഞ്ഞാരാ? സ്കൂളിൽ കരഞ്ഞാരാ? ഞാൻ വരുമ്പോഴേക്കും അമ്മച്ചി പാറക്കുട്ടീനെ കുളിപ്പിച്ചിട്ട് നോക്കി മുടി കെട്ടി കാണിച്ചെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് നോക്കി കണ്ട. അമ്മച്ചി 2 സൈഡില് കുഞ്ഞി മുടിയൊക്കെ കെട്ടിയുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് ചേട്ടൻ വരുമ്പോ ഫുഡ് കൊണ്ടുവരും, അച്ഛൻ വരുമ്പോ ഫുഡ് കൊണ്ടുവരും, ചിക്ക കൊണ്ടുവരും, നമ്മള് കഴിക്കും. എങ്ങനെ കഴിക്ക? നാളെ കൂളിയെ പോവോ? ഗുഡ് ഗേൾ ആവോ? കരയോ? കണ്ട കുട്ടി ഗുഡ് ഗേളാണ്. അപ്പൊ നമുക്ക് ഇന്ന് കസിൻസ് വരുന്നു പറഞ്ഞിട്ട് അവരുടെ വരവ് വേറൊരു ദിവസം മാറ്റിയിട്ട് അവർക്കൊന്ന് തിരക്കായപ്പോ അങ്ങനെ ദേ നമ്മൾ ഇന്ന് കഴിക്കുന്നത് ഷവായി മസാലയാണ്. അപ്പൊ ഞാൻ അതിന്റെ വേറെ ഒന്നും ഇട്ടിട്ടില്ല, ചിക്കൻ മാത്രമാണ് കഴിച്ചത്. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജൂൺ തുടങ്ങിയിട്ട് മധുരം കംപ്ലീറ്റ് തന്നെ ഒഴിവാക്കാം എന്നാണ് ഇടയ്ക്ക്, പക്ഷെ ഒരു ക്രാവിങ്സ് വരും. അങ്ങനെ ദേ ഞാനും പാർക്കുട്ടിയും കൂടിയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുക്കുമ്പറും കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ അതും അതിന്റെ കൂടെ ഉണ്ട്, അതും കൂടെ കൊണ്ട് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിയതിൽ കുക്കുമ്പർ കുറവായിരുന്നു, അപ്പൊ ഞാൻ എന്റെ വക കുറച്ച് കുക്കുമ്പർ അതിൽ വാരിയിട്ടുണ്ട്. അങ്ങനെ തന്നെ. അപ്പോ അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. അപ്പോ ഇനി നമ്മുടെ സ്കിൻ കെയർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ കാലത്ത് നമ്മൾ അടിച്ചു കൊടുത്തില്ല നിലാസെറപ്സിന്റെ ടോണർ, അത് അങ്ങോട്ട് അടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയാ ഒരു ഫേസ് പാക്ക് ഉണ്ട്, നൈറ്റ് ഇടുന്ന ഒരു ഗ്ലോ ഫേസ് പാക്ക്. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ അങ്ങനെ എന്നും ഇടില്ല, കാരണം ജസ്റ്റ് ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ്. നിലാസെറപ്സിന്റെ തന്നെയാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതിന്റെ വീഡിയോ ചെയ്യാവുന്ന കൂടി. അതിട്ടിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ ടോണർ അടിച്ചു കൊടുക്കും. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ നിലാസെറപ്സിന്റെ DH പാക്കേജ് ആണ്, കിറ്റാണ്. അതായത് DH സീറം ഉണ്ട്, DH ക്രീം ഉണ്ട്. ഇത് ഭയങ്കര നല്ലതാട്ടോ. ആഫ്റ്റർ 20+ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് യൂസ് ചെയ്യാം. നല്ല വ്യത്യാസം ഉണ്ടാവും. അതായത് 20+ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ പ്രായത്തിന്റെ സംഭവങ്ങൾ ഉണ്ടാവുന്നല്ല, നമ്മളത് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്കിന്ന് നല്ലോണം സ്മൂത്തൻ, അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു 30+, 35+ ഒക്കെ ആകുമ്പോൾ വരുന്ന ഫൈൻ ലൈൻസിനെ ഒക്കെ ഒരുപാട് പരിധി വരെ നന്നായി തടയാം. 20+ മുകളിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം സിറട്ട് കൊടുക്കാം, എന്നിട്ട് അതൊന്ന് സെറ്റ് ആവണ നേരം കൊണ്ട് ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചെയ്യണം കേട്ടോ പറയണത്, നമ്മുടെ ലിപ് ബാം ഇട്ട് കൊടുക്കും. അതൊന്ന് ഉണങ്ങാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണ നേരം. പിന്നെ നമ്മുടെ തലയിൽ നമ്മുടെ നിലാസെറപ്സിന്റെ നമ്മുടെ ഇതുണ്ടല്ലോ സിറം, അതൊന്ന് സ്പ്രേ ചെയ്ത് മുടി ഇങ്ങനെ കാക്കിരി വീക്കിരിയാക്കിയൊക്കെ മസാജ് ചെയ്യും.
അതാണ് റുട്ടീൻ. അപ്പൊ ഇപ്പൊ ഞാൻ കാക്കിരിവിക്കിരിയാക്കി ആക്കണില്ല. കാരണം ഇപ്പൊ ഇത്തിരി മെനയും കോലൊക്കെ ആയിട്ട് നിക്കണം. ഇനി മുടി അങ്ങോട്ട് അഴിച്ചിട്ട് കാക്കിരിവി തലങ്ങും വിലങ്ങും കുഞ്ഞു നിന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കും. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ, കാണിച്ചിട്ടില്ല എന്ന് മാത്രം. നമ്മുടെ ലിപ് ബാം ഇട്ട് കൊടുക്കും. ലിപ് ബാം ഞാൻ കാലത്ത് കാണിച്ചു തന്നില്ല തന്നെ. അതൊന്ന് സെറ്റ് ആയതിനു ശേഷം പിന്നെ നമ്മുടെ DH ക്രീം, പുളി ക്രീമാട്ടാ. വേറെ ഒന്നും പിന്നെ ചെയ്യില്ല. ഇത് രണ്ടും മാത്രം. ഇത് നമ്മുടെ ആന്റി ഏജിങ് റുട്ടീനിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയതാ. സ്ഥിരമായിട്ട് ഒരു 3-4 മാസം യൂസ് ചെയ്താലാണ് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവുക. കാരണം ഇത് നമ്മൾ അത്രയും ഹെർബലായിട്ട് അത്രയും ആ ഒരു പ്യുവറായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ടിന് സമയമെടുക്കും. അതാണ് നമ്മൾ പറയുന്നത് ഒരു 3-4 മാസം. പക്ഷെ നമുക്ക് സ്ഥിരമായി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ സ്കിൻ അങ്ങനെ ഡാമേജ് ആക്കില്ല. അത്രയും നല്ല ബെനിഫിറ്റുകൾ അതിലുണ്ട്. അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് അതിനൊന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞു. ഞാൻ ഇന്ന് മറന്നു പോയിട്ട് നമ്മുടെ അണ്ടർ ഐസർ ഇടാനായിട്ട്. അത് എപ്പോഴും മറക്കും. കാരണം എനിക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഇല്ലാത്തതാണ് നമ്മൾ പെട്ടെന്ന് അത് ഓർക്കാത്തത്. പക്ഷെ ഓർമ്മ വരുമ്പോൾ എടുത്തിടും കേട്ടോ. നമ്മുടെ അണ്ടർ ഐസർ ഉണ്ട്. ഇപ്പൊ മറന്നു കേട്ടോ. ഇപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓർത്തത്. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ പാർക്കുട്ടിക്ക് ഉണ്ടെല്ലാം പ്രാർത്ഥിക്കണം. അവള് കുറെ പഠിച്ച് വലിയ മുന്നേറുന്നതിനേക്കാളും അവള് നല്ലൊരു വ്യക്തിയായി അവൾക്ക് അത്യാവശ്യം നല്ല അറിവുകളൊക്കെ അവൾക്ക് നേടാൻ സാധിക്കണേന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. എല്ലാ മക്കൾക്കും ആശംസകൾ കേട്ടോ. ബൈ.